അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഐഗൻസിന്റെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. അതിന് മുന്നേ നമ്മുടെ ഫോർമൽ ഡിസ്ക്ലോഷർ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഈ നടത്തുന്ന സെഷൻ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് നടത്തുന്നതാണ്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ യാതൊരുവിധ മോണിറ്ററി ബെനിഫിറ്റും ഇതിന്റെ പിന്നിൽ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. സ്ക്രീൻ വിസിബിൾ അല്ലേ? വിസിബിൾ ആണ് സർ. നമ്മുടെ ഇന്നത്തെ പരിപാടി, കഴിഞ്ഞ ദിവസം നമ്മൾ KCL KVL കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. ഇന്ന് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അതിന് മുന്നേ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട 2-3 തിയറംസ് നമ്മൾ ഇന്ന് കാണും. അത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള തെവനിൻസ് തിയറവും നോർട്ടൺസ് തിയറവും പിന്നെ സൂപ്പർ പൊസിഷൻ തിയറവുമാണ്. അപ്പൊ ഇന്ന് അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഈ തിയറംസിനെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അതിനുശേഷം കഴിഞ്ഞ തവണ ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലംസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തു പോകുക. അതിന്റെ കൂട്ടത്തിൽ തെവനിൻസും നോർട്ടൺസും സൂപ്പർ പൊസിഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് പോകും. അപ്പം ഒരു ഫോർമാലിറ്റി സൈക്കിനാണ് ഞാൻ തെവനിൻസ് തിയറത്തിന്റെ തിയറം സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് കാര്യമായ ശ്രദ്ധ കൊടുക്കേണ്ട, പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ 2 നെറ്റ്വർക്ക് ഉണ്ട്, നെറ്റ്വർക്ക് എയും ബിയും. യൂഷ്വൽ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഒരു വലിയ നെറ്റ്വർക്ക് ആക്കി എടുത്തുകൊണ്ട് റെസിസ്റ്റൻസിന് ഒരു ലോഡ് ആക്കി വെച്ചുകൊണ്ട്, ശരിയല്ലേ? നമ്മൾ ബേസിക് ആയിട്ട് തെവനിൻസ് തിയറം സാധാരണ കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സിമ്പിൾ നെറ്റ്വർക്ക് വരയ്ക്കുന്നു. ആ നെറ്റ്വർക്കിന്റെ ലോഡായിട്ട് ഒരു റെസിസ്റ്റർ നമ്മൾ ഇടുന്നു. ഒരു RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റർ ആയിട്ട് ഇടുന്നു. അപ്പം ഈ റെസിസ്റ്റൻസ് തന്നെ ആകണമെന്നില്ല ഓൾവേസ് ലോഡ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, നെറ്റ്വർക്ക് എയും നെറ്റ്വർക്ക് ബിയും വരയ്ക്കുമ്പോൾ നെറ്റ്വർക്ക് ബി കുഡ് ബി കൺസിഡർഡ് ആസ് എ ലോഡ് ഓഫ് നെറ്റ്വർക്ക് എ. അതായത് നെറ്റ്വർക്ക് എയിൽ നിന്നും കറണ്ട് പുറപ്പെട്ട് നെറ്റ്വർക്ക് ബിയിലേക്ക് പോകുന്നു. നെറ്റ്വർക്ക് ബിയിൽ സർക്കുലേറ്റ് ചെയ്തിട്ട് തിരിച്ച് നെറ്റ്വർക്ക് എയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പൊ ആ സമയത്ത് നെറ്റ്വർക്ക് ബി നെറ്റ്വർക്ക് എ ലോഡ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ തെവനിൻസ് തിയറമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തെവനിൻസ് തിയറത്തിനകത്ത് 2 നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് ബി എ നെറ്റ്വർക്ക് എയുടെ ലോഡായിട്ട് നമുക്ക് കണക്കാക്കിയാൽ നെറ്റ്വർക്ക് ബി എന്താണോ നെറ്റ്വർക്ക് എയിലേക്ക് കാണുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഈക്വലന്റ്ലി ഒരു വോൾട്ടേജ് സോഴ്സിന്റെയും ഒരു റെസിസ്റ്ററിന്റെയും സിമ്പിൾ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തെവനിൻ പറഞ്ഞത്. അപ്പം ഇത് എവിടെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോമ്പണന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ് നെറ്റ്വർക്ക് ആണ് നമ്മളുടെ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നെറ്റ്വർക്ക് ദ എൻറ്റയർ അതർ പാർട്ട് സബ് നെറ്റ്വർക്ക് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈക്വലന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്റെ സംഗതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് അതിൽ പോവണ്ട. നമുക്ക് വെറുതെ ഒരു ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചു തരാം. അതായത് സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് വരയ്ക്കുകയാണ്. ഇങ്ങനെ കുറച്ച് റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ ഇത് 3 ഓം, എല്ലാം ഓംസിലായിരുന്നു. ഞാൻ സിമ്പിൾ ഇടുന്നില്ല, 3, 6 മാത്രമേ ഇടുന്നുള്ളൂ. 7 ആണ്. ഇത് RL ആണ്. സോ ഇതാണ് നിങ്ങളുടെ ലോഡ് റെസിസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം നെറ്റ്വർക്കിനെ എക്സ്ക്ലൂഡിങ് ദ ലോഡ് റെസിസ്റ്റർ, ഈ മൊത്തം നെറ്റ്വർക്കിനെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ അതിനെയാണ് മറ്റൊരു പേരിൽ നമ്മൾ തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് വേണോ ഉപയോഗിക്കാം. ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഈ പ്രോബ്ലം ഇപ്പോൾ സിമ്പിൾ ആണ്. ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. അതായത് ഇത് രണ്ടും ഇപ്പോൾ പാരലാണ്. ഈ 2 റെസിസ്റ്റൻസും പാരലാണ്. അപ്പം നമുക്ക് ഇതിന് ഈക്വലന്റ് ആയിട്ട് 2 ഓം ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. അതായത് 6 into 3 divided by 6 plus 3 18/9. അതാണ് ഈ 2 ഓം എന്ന് പറയുന്നത്. ഈക്വലന്റ്ലി 2 ഓം ആണ്. ഇത് 7 ഓം ആണ്. ആംപിയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എത്ര ആയിരിക്കും? 8 വോൾട്ട് ആയിരിക്കും. എങ്ങനെ കിട്ടി? കാരണം ഈ 4 ആംപിയർ ഇവിടെ എത്തിയിട്ട്
സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 7 ഓമിന്റെ അവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ 4 ആംപിയർ ഹോൾ ഓഫ് ദ കറണ്ടും 2 ഓംസിലൂടെ ഫ്ലോ ചെയ്യുന്നു. അതിനർത്ഥം 4 × 2 8 വോൾട്ടിന്റെ ഡ്രോപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. 8 വോൾട്ടിന്റെ ഡ്രോപ്പ് കിട്ടും. അത് തന്നെയാണ് നിങ്ങളുടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. 7 ഓം എന്ന് പറയുന്നത് വെറുതെ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അതിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. കാരണം അതിൽ കൂടുതലുള്ള കറണ്ട് ഇല്ല. അതുകൊണ്ട് 8 വോൾട്ട് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടി. അപ്പൊ VOC ഈസ് ഈക്വൽ ടു 8 വോൾട്ട് എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ലോഡ് റെസിസ്റ്ററിനെ നിലനിർത്തിക്കൊണ്ട് ലോഡ് റെസിസ്റ്ററിനെ റിമൂവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സോഴ്സുകളെയും നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. എങ്ങനെ ചെയ്യും അത്? അതായത് ഒരു കറണ്ട് സോഴ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക, നേരത്തെ ടേംസിൽ കില്ല് ചെയ്യുക. ഡീആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സോഴ്സിനെ കില്ല് ചെയ്യുക എന്ന് പറഞ്ഞ മീനിങ് അതിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു കറണ്ട് സോഴ്സിന്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ് ഐഡിയൽ ആണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. 3, 6, 7. അപ്പൊ ഇവിടെ നിന്നാണ് നോക്കുന്നത്. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ നോക്കുന്നത് അതുവഴി നമ്മളൊരു ആരോ ഇടാറുണ്ട്. അപ്പൊ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 7 + 6 × 3. 6 × 3 = 2 ആണ് നമ്മൾ കണ്ടു. അപ്പോൾ 7 + 2 = 9 ഓംസ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ ഫൈനൽ തെവനിൻ റെസിസ്റ്റൻസ്, തെവനിൻ ഇക്വലന്റ് എന്ന് പറയുമ്പോൾ ഒരു 8 വോൾട്ടിന്റെ സോഴ്സും ഇൻ സീരീസ് വിത്ത് 2 ഓം റെസിസ്റ്റൻസും ആയിരിക്കും നിങ്ങൾക്ക് 9 ഓം റെസിസ്റ്റൻസും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വലന്റ് നെറ്റ്വർക്ക്. അതായത് ഇത് നിങ്ങളുടെ ലോഡ് റെസിസ്റ്റർ. ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഫൈനലി. ഇത് ഇങ്ങനെ തന്നെ ആണോ നമുക്ക് നോക്കാം, വെറുതെ നോക്കാം. നമ്മുടെ ഒറിജിനൽ നെറ്റ്വർക്ക് 4 ആംപിയർ. ഇതാണല്ലോ നിങ്ങളുടെ ലോഡ് റെസിസ്റ്റർ. നമ്മൾ ഈ മെത്തേഡൊന്നും ഉപയോഗിക്കാതെ സിമ്പിൾ ആയിട്ട് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചാലോ? ഇവിടെ നമുക്കറിയാം ഇത് 2 ഓം ആണെന്ന് നമുക്കറിയാമല്ലോ. ദിസ് ഈസ് ഈക്വലന്റ് ടു 2 ഓം. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ദിസ് ഈസ് ഈക്വലന്റ് ടു, അപ്പൊ ആറിൽ നമ്മൾ തൽക്കാലം റിമൂവ് ചെയ്യുന്നില്ല. നമ്മൾ ആ നെറ്റ്വർക്ക് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇക്വലന്റ് കണ്ടുപിടിച്ച് നോക്കുകയാണ്. അപ്പോൾ 3 × 6 2 ഓംസ് എന്ന് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇതെന്താണ്? 4 ആംപിയർ ആണ്. ഇത് നമുക്ക് അഗൈൻ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് വരും. 8 വോൾട്ട് ഇൻ സീരീസ് വിത്ത് 2 ഓംസ്. ബാക്കിയുള്ള റെസിസ്റ്റൻസ് ഇത് 7 ഓം ആണ്. അതേപടി എഴുതി. ലോഡ് റെസിസ്റ്റർ RL which is equivalent to 8 volt, 7 + 2 9. അപ്പൊ ഇക്വലന്റ് ആയിട്ട് കിട്ടിയില്ലേ? നമ്മൾ തെവനിൻ ഇക്വലന്റ് ഉപയോഗിക്കാതെ തന്നെ ഇന്റേണൽ സോഴ്സ് ട്രാൻസ്ഫോർമേഷനും റെസിസ്റ്റൻസിന്റെ പാരലൽ കോമ്പിനേഷനും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് നമുക്ക് ആദ്യം കിട്ടിയ ആ ഫോമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് സർക്യൂട്ട് സെയിം ആണ്. ഇപ്പൊ ഇവിടെ രണ്ടും സെയിം ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഏതിന് അക്രോസ് ആണോ അത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നെറ്റ്വർക്കിൽ നമ്മൾ സാധാരണ കണ്ട് ശീലിച്ച പോയിന്റുകളല്ല, നമുക്ക് ഏത് ടെർമിനൽസിന് അക്രോസ് ആണോ അതിനെ തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കേണ്ടത്. ആ കോമ്പണൻസിനാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യേണ്ടത്. ആ ടെർമിനൽസിന് അക്രോസ് ആണോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. ആ ടെർമിനൽസിനുള്ളിലൂടെ നോക്കുമ്പോഴാണ്, അല്ലെ ആ പെയർ ഓഫ് ടെർമിനൽസിലൂടെ നെറ്റ്വർക്കിനകത്തേക്ക് നോക്കുമ്പോൾ എത്രയാണോ റെസിസ്റ്റൻസ് കാണുന്നത് അതാണ് നിങ്ങളുടെ തെവനിൻ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഇതിന്റെ തെവനിൻ ഇക്വലന്റ്
ുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ബാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണും. പിന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി നമുക്ക് അടുത്ത് വരാനുള്ളത് നോർട്ടൺ ഇക്വലന്റ് ആണ്. നോർട്ടൺസ് തിയറം. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതുന്നില്ല, കാരണം അത് സമയം പോകും. ലെങ്തി സ്റ്റേറ്റ്മെന്റ് ആണ്. നോർട്ടൺസ് തിയറം നിങ്ങൾക്ക് അറിയാം. നമ്മൾ എന്താ ചെയ്യുന്നത്? സിമിലർ ടു തെവനിൻസ് തിയറം, നിങ്ങളുടെ കയ്യിൽ രണ്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, നെറ്റ്വർക്ക് എയും നെറ്റ്വർക്ക് ബിയും ഉണ്ടെങ്കിൽ, രണ്ടിൽ തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എയും നെറ്റ്വർക്ക് ബിയും ഒരു ലാർജർ നെറ്റ്വർക്കിന്റെ സബ് നെറ്റ്വർക്കുകളാണെങ്കിൽ, ഹിയർ വി ക്യാൻ സീ ദാറ്റ് നെറ്റ്വർക്ക് ബി ഈസ് ലോഡിംഗ് നെറ്റ്വർക്ക് എ, അല്ലെങ്കിൽ വൈസ് വേഴ്സ, തിരിച്ചു പറയാം. നെറ്റ്വർക്ക് എയിൽ ആക്റ്റീവ് സോഴ്സുകളുണ്ട്, നെറ്റ്വർക്ക് എയിൽ നിന്ന് കറണ്ട് പുള്ളി ചെയ്തെടുക്കുകയാണ്, തിരിച്ച് സപ്ലൈ ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തോ നെറ്റ്വർക്ക് ബി നെറ്റ്വർക്ക് എ ലോഡ് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ തെവനിൻസ് തിയറം ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, പ്രൊവൈഡഡ് ദ നെറ്റ്വർക്ക്സ് ആർ ലീനിയർ. അതോടൊപ്പം തന്നെ നെറ്റ്വർക്ക് എയുടെ തെവനിൻ ഇക്വലന്റിന് പകരം നമുക്ക് നോർട്ടൺ ഇക്വലന്റ് കണ്ടുപിടിക്കാം. നോർട്ടൺ ഇക്വലന്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ നെറ്റ്വർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നോർട്ടൺ സോഴ്സ് അല്ലെങ്കിൽ ഒരു കറണ്ട് സോഴ്സ് IN, കൺവീനിയന്റ്ലി ഡിനോട്ടഡ് ആസ് IN, along with a parallel resistance, ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, such that it is connected to network B. അപ്പൊ നെറ്റ്വർക്ക് എ മുഴുവനായിട്ട് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു. ഇതിപ്പോ തെവനിൻ ഇക്വലന്റും നോർട്ടൺ ഇക്വലന്റും വൺ ആൻഡ് ദ സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരേ സാധനത്തിന്റെ രണ്ട് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ നോക്കുന്നതേ ഉള്ളൂ, അല്ലാതെ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. പറഞ്ഞതിന്റെ മീനിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിച്ചാൽ യു ക്യാൻ സ്വിച്ച് ഇറ്റ് ഓവർ ടു നോർട്ടൺ ഇക്വലന്റ്. അല്ലാതെ നോർട്ടൺ ഇക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് സെപ്പറേറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഒരു പെയർ ഓഫ് ടെർമിനൽസിന് അക്രോസ് നിങ്ങൾ അതിനെ തെവനൈസ് ചെയ്തു, തെവനിൻ വോൾട്ടേജും തെവനിൻ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ നോർട്ടൺ ഇക്വലന്റ് കണ്ടുപിടിക്കാം. മീനിങ് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ തെവനിൻ ഇക്വലന്റ് ഇതും നോർട്ടൺ ഇക്വലന്റും ഇക്വലന്റ് നെറ്റ്വർക്കുകളായിരിക്കും. ഇക്വലന്റ് നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വലന്റ് നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ ഇവിടെ രണ്ട് ടെർമിനൽ എ ബി ഉണ്ടെങ്കിൽ ഈ ടെർമിനൽ അക്രോസ് അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജും Vx എന്ന് പറയുന്ന വോൾട്ടേജും ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ടും തെവനിൻ നെറ്റ്വർക്ക് ആണെങ്കിലും സെയിം ആയിരിക്കും, നോർട്ടൺ നെറ്റ്വർക്ക് ആണെങ്കിലും സെയിം ആയിരിക്കും. അതങ്ങനെ ആയിരിക്കണമല്ലോ, കാരണം നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസ് വെച്ചാൽ ആ ലോഡ് റെസിസ്റ്റൻസിനെ സംബന്ധിച്ച് ഈ രണ്ട് നെറ്റ്വർക്ക് സെയിം ആണ്, തെവനിനും നോർട്ടണും സെയിം ആണ്. കാരണം ഈ ലോഡ് റെസിസ്റ്റർ അക്രോസ് ഉള്ള വോൾട്ടേജും സെയിം ആണ്, ആ റെസിസ്റ്ററിൽ കൂടെ ഉള്ള കറണ്ടും സെയിം ആണ്. അപ്പൊ പിന്നെ വ്യത്യാസമില്ലല്ലോ. അതായത് നിങ്ങൾക്ക് നോർട്ടൺ ഇക്വലന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, VOC അല്ലെങ്കിൽ VTH RTH ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് IN-ഉം RN-ഉം കണ്ടുപിടിക്കാം. RN-ഉം IN-ഉം സെയിം ആയിരിക്കും. RTH-ഉം RN-ഉം സെയിം ആയിരിക്കും. കാരണം ആ നെറ്റ്വർക്കിനെ കില്ല് ചെയ്തതിന് ശേഷമുള്ളതാണ് ഈ രണ്ട് കേസിലും. തെവനിൻ റെസിസ്റ്റൻസ് ആണെങ്കിലും നോർട്ടൺ റെസിസ്റ്റൻസ് ആണെങ്കിലും ഒരേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ സോഴ്സുകളെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഏത് ടെർമിനൽ അക്രോസ് ആണ് ഇക്വലന്റ് കണ്ടുപിടിക്കുന്നത് അതുവഴി നോക്കുന്നു. അപ്പൊ പ്രോസസ്സ് രണ്ട് സെയിം ആണ്, ഒരേ റിസൾട്ട് തന്നെ എത്തുള്ളൂ, നെറ്റ്വർക്ക് സെയിം ആണ്. പിന്നെ നിങ്ങളുടെ നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ കൂടി ഇതിനുണ്ട്, which will be equal to VOC divided by ISC. അപ്പൊ നോർട്ടൺ കറണ്ട് എന്തായിരിക്കും? നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആയിരിക്കും. അതായത് നിങ്ങൾ ആ ടെർമിനലിന് അക്രോസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു നോക്കുന്നു. അതാണ് നിങ്ങളുടെ നിങ്ങളുടെ നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. നമ്മൾ ഈ
തിയറംസ് രണ്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ കാണാവുന്ന പ്രധാനപ്പെട്ട തിയറം സൂപ്പർപോസിഷൻ തിയറമാണ്. സൂപ്പർപോസിഷൻ തിയറം എന്തായിരിക്കും? സൂപ്പർപോസിഷൻ തിയറം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ലാർജ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ഒരു കോമ്പണന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ അതിൽ കൂടെ ഉള്ള കറണ്ട്, ഇപ്പോൾ IX അല്ലെങ്കിൽ VX കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ലാർജർ നെറ്റ്വർക്കിനകത്തുള്ള എങ്ങനെയായിരിക്കും ഇതിൽ അക്രോസ് ഒരു വോൾട്ടേജ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കോമ്പണന്റിൽ കൂടെ ഒരു കറണ്ട് വരുന്നത്? അത് ഈ ലാർജർ നെറ്റ്വർക്കിനകത്തുനിന്ന് പുഷ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കുമല്ലോ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് n നമ്പർ ഓഫ് സോഴ്സുകൾ ഉണ്ടെങ്കിൽ ഓരോ സോഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ, വോൾട്ടേജ് കോൺട്രിബ്യൂഷൻ, കറണ്ട് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് ആൾജിബ്രായിക് സം എടുത്തു കഴിഞ്ഞാൽ, ആൾജിബ്രായിക് സം എന്നാണ് ഞാൻ പറയുന്നത്, അതായത് വിത്ത് ഡ്യൂ സൈൻസ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി അതിന്റെ ആൾജിബ്രായിക് സം എടുത്താൽ നിങ്ങൾക്ക് മൊത്തം നെറ്റ്വർക്കിന്റെ ഇഫക്റ്റ് കിട്ടും. മീനിങ് എത്ര ഉള്ളൂ? ഇതൊരു ലീനിയർ നെറ്റ്വർക്ക് ആണെങ്കിൽ, അപ്പൊ സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മാൻഡറ്ററി കണ്ടീഷൻ എന്ന് പറയുന്നത് ലീനിയർ നെറ്റ്വർക്ക് ആയിരിക്കണം. ലീനിയർ നെറ്റ്വർക്ക് എന്ന് പറയാൻ കാരണം അത് ലീനിയർ കോമ്പണന്റുകൾ മാത്രം കൊണ്ടുണ്ടാക്കിയ നെറ്റ്വർക്ക് ആകുമ്പോഴാണ് ലീനിയർ കോമ്പണന്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അതായത് ഒരു റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലീനിയർ കോമ്പണൻസ് എന്ന് പറയാം. അതേസമയം ഡയോഡ് ലീനിയർ കോമ്പണന്റ് അല്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള നെറ്റ്വർക്കുകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, നോട്ട് ഓൾവേസ്. അപ്പൊ നെറ്റ്വർക്കിനകത്ത് ലീനിയാരിറ്റി നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ശ്രദ്ധിക്കുന്ന ആ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് ലീനിയർ നെറ്റ്വർക്ക് തന്നെയാണോ എന്നുള്ള കാര്യം. ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്യാം. എവിടാ വി? ഇതാണ് വി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? അപ്പൊ ഒന്ന് വർക്കൗട്ട് ചെയ്യും. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നിച്ച്. ഇവിടെ ഒരു വി അപ്ലൈ ചെയ്യുന്നു പറഞ്ഞ മീനിങ് അവിടെ സോഴ്സ് ഉണ്ട് നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം. അതായത് വേറെ ഏതോ ഒരു സോഴ്സ് കാരണം ഈ ഭാഗത്ത് വോൾട്ടേജ് വി അപ്പിയർ ചെയ്യുന്നതിനുള്ള മീനിങ് ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സോഴ്സ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സ് കാരണം ഈ പർട്ടിക്കുലർ, ഞാൻ ഇവിടെ റെഡിൽ മാർക്ക് ചെയ്യുന്ന വെച്ചെങ്കിൽ എന്റെ അസ്യൂംഡ് സിറ്റുവേഷൻ ആണ്. പാരാമീറ്ററുകൾ ഞാൻ റെഡിൽ മാർക്ക് ചെയ്യുന്നത് യൂഷ്വലി ഞാൻ അസ്യൂം ചെയ്യുന്ന പാരാമീറ്ററുകളാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ പ്രോബ്ലത്തിനകത്ത് ഒറിജിനലി തന്നതായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട V/I റേഷ്യോ മാത്രമാണ്. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ഇക്വേഷൻ എഴുതാം, നോഡ് ഇക്വേഷൻ എഴുതാം. ഇവിടുത്തെ ഈ പോയിന്റിൽ നോഡ് ഇക്വേഷൻ, കാരണം ആ പോയിന്റിലെ വോൾട്ടേജ്, നോഡ് വോൾട്ടേജ് V ആണെന്ന് നമുക്ക് അറിയാം. അത് നമ്മുടെ ഇൻകമിങ് കറണ്ട് I. ഈ കറണ്ട് ആണല്ലോ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് പോകുന്നത്. നമ്മുടെ ഇൻകമിങ് കറണ്ട് I വരുന്നു, അത് കുറെ ഇങ്ങോട്ട് പോകുന്നു, കുറെ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ I is equal to V/6 പ്ലസ് V minus 2I. 2I എന്ന് പറഞ്ഞാൽ എന്താണ്? 2I എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ല കേട്ടോ. 2I എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് തന്നെയാണ്. അതാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇതൊരു വോൾട്ടേജ് ആണ്. This is 2I having a unit volt. അപ്പൊ മീനിങ് നിങ്ങളുടെ കറണ്ട് I ആണെങ്കിൽ, ഈ ബ്രാഞ്ചിലെ കറണ്ട് I ആണെങ്കിൽ, സേ 1 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 വോൾട്ട് കിട്ടുന്നതാണ് അതിന്റെ മീനിങ്. 1 ആംപിയർ ആണെങ്കിൽ twice the magnitude, 2 times 1, which will be equal to 2 volt. 2 വോൾട്ട് ഉണ്ടെന്നാണ് മീനിങ്. അപ്പോ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ I എന്ന് കിടക്കുന്നത് കാരണം അത് കറണ്ട് ആണെന്നുള്ള കൺഫ്യൂഷൻ വരരുത്. കാരണം നമുക്ക് തന്നിരിക്കുന്ന സിമ്പല് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സിൻ്റെതാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ തർക്കമില്ലാതെ പറയാം അതൊരു വോൾട്ടേജ് ആണ്. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ഇടുന്നു, V/6 പ്ലസ് V മൈനസ് 2I ഡിവൈഡഡ് ബൈ 4 അല്ലെ, സോൾവ് ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് വിയും ഐയും മാത്രമേ ഉള്ളൂ. നമുക്ക് വിയോ ഐയോ അല്ല കണ്ടുപിടിക്കുന്നത്, V/I എന്നുള്ള റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് 12 കൊണ്ട് വേണേൽ മൾട്ടിപ്ലൈ ചെയ്യാം. 12I ഈക്വൽ ടു 2V പ്ലസ് 3V മൈനസ് 6I. I ഈക്വൽ ടു 5V. ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അസ്യൂം ചെയ്യുന്ന വേരിയബിൾസിന്റെ എണ്ണം മിനിമലാക്കി നിർത്താൻ നോക്കണം. നമുക്കൊരു പ്രോബ്ലം പല രീതിയിൽ ചെയ്യാൻ പറ്റും, പക്ഷെ അതിന്റെ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന വേരിയബിൾസിന്റെ എണ്ണം മിനിമലാക്കി നിർത്തിയാൽ കാര്യങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. തിരിച്ച് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ തന്നിരിക്കുന്ന വേരിയബിൾസിന്റെ മാക്സിമം യൂട്ടിലിറ്റി എടുക്കണം. എന്തൊക്കെയാണോ അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അതിന്റെ മാക്സിമം യൂസ് എടുക്കണം. അപ്പൊ അങ്ങനെ മാക്സിമം യൂട്ടിലിറ്റി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് വേണം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട്. ഒരു പ്രോബ്ലം തന്നെ നമുക്ക് KCL വെച്ചോ KVL വെച്ചോ തെവനിനോ നോർട്ടനോ ഒക്കെ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ സിംപ്ലസ്റ്റ് മെത്തേഡ് ഏതാണെന്നുള്ളത് മിനിമം നമ്പർ ഓഫ് അസ്യൂംഡ് വേരിയബിൾസ് ഉള്ള മെത്തേഡ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ അവർ IX എന്ന് പറഞ്ഞൊരു വേരിയബിൾ തന്നിട്ടുണ്ട്. ആ വേരിയബിളിനെ മാക്സിമം നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഒരിക്കൽ IX സോൾവ് ചെയ്താൽ അത് തന്നെ ആയിരിക്കും ഉത്തരം. നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ അസ്യൂം ചെയ്യാം, ഒരു വോൾട്ടേജ് അസ്യൂം ചെയ്യാം. കുറച്ച് സിംപ്ലർ മെത്തേഡ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പെട്ടെന്ന് ഇത് കിട്ടി. നമുക്ക് ഇതിന്റെ KCL വെച്ചൊരു ഇക്വേഷൻ എഴുതി നോക്കാം. നോഡ് V കറസ്പോണ്ട് ചെയ്തിട്ടുണ്ട് 10 മൈനസ് V ഡിവൈഡഡ് ബൈ 2. അതായിരിക്കുമല്ലോ IX. അതാണ് IX. ടെൻ മൈനസ് V ഡിവൈഡ് ബൈ 2 ആണ് IX എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമുക്ക് V1 എന്നിടാം. V എന്നിട്ട കൺഫ്യൂഷൻ ആവും, വോൾട്ട് ആണോ എന്ന കൺഫ്യൂഷൻ ആവും. V1 എന്നിടാം. V1 ഈക്വൽ ടു 2IX മൈനസ് 10 അല്ല 10 മൈനസ് 2IX. ഇതൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് പറയാം, ഈ 3 ആംപിയറും IX കൂടെ ചേർന്ന്, അതായത് 3 ആംപിയർ കറണ്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒഴുകുന്നു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു കറണ്ട് IX ഫ്ലോ ചെയ്യുന്നു. ഇവർ രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് വെച്ചൊരു ഇക്വേഷൻ എഴുതാം. അതായത് 3 പ്ലസ് IX അത് ചേരുന്നതാണ് V1 മൈനസ് 2IX ഡിവൈഡ് ബൈ 1 എന്ന് കിട്ടി. അല്ലെങ്കിൽ 3 പ്ലസ് IX ഈക്വൽ ടു V1 മൈനസ് 2IX. അപ്പൊ നമുക്കിപ്പോ എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് IX കണ്ടുപിടിക്കലല്ലേ. അപ്പൊ നമുക്ക് ഈ V1 എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 മൈനസ് 2IX മൈനസ് 2IX. അപ്പൊ ഈ IX മാത്രമായി. IX ഈക്വൽ ടു മൈനസ് 2 മൈനസ് 2 4 1 5
10 മൈനസ് 3 7. 7/5. 1.2/5 4 അല്ലേ? 1.4 ആംബിയർ. അപ്പോൾ ഇത് ശരിയല്ലേ? സെവൻ ബൈ ഫൈവ് 1.4 എന്ന് എങ്ങനെ കിട്ടി? 7/5 is equal 1.4 എന്ന് എങ്ങനെ കിട്ടി? സെവൻ ബൈ ഫൈവ് എന്ന് പറയുമ്പോഴേക്കും 5+2 ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ മെന്റലി ചെയ്യുന്നതാണ്. അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും എഴുതണ്ട. 7/5 എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഞാനൊരു 5 അങ്ങ് എടുത്ത് മാറ്റും. 7ൽ നിന്നും 5 എടുത്ത് മാറ്റുമ്പോൾ 5/5 is equal 1 എന്ന് ഞാൻ ആദ്യമേ ഇട്ടു. മിച്ചം എത്രയുണ്ട്? 2. 2/5. എൻ്റെ മനസ്സിൽ 2/5 എന്ന് കിടക്കും. ഞാൻ ഇതിലൊരു 0 അങ്ങ് ചേർക്കും. അപ്പോൾ 20/5 4 എന്ന് എഴുതും. പക്ഷേ ഇത് ഞാൻ ചേർത്ത 0 ആയതുകൊണ്ട് ഒരു പോയിന്റ് ഇവിടെ ഇട്ടിട്ട് 1.4 എന്ന് എഴുതി. പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത്. തൊട്ടുമുമ്പത്തെ പ്രോബ്ലത്തിൽ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത്. 3.6. ഇവിടെ എന്താ ചെയ്തത്? 18/5. 18/5 ആണെങ്കിൽ 5ന് കിട്ടാവുന്ന ഹയസ്റ്റ് മൾട്ടിപ്ലൈ ഏതാണ്? 15 ആണ്. 15ന് ഞാൻ അങ്ങ് എടുത്ത് മാറ്റും. അപ്പം 15/3 എന്ന് പറയും 15/5 എന്ന് പറയുന്നത് 3 എന്ന് ഞാൻ ഇവിടെ എഴുതി. മിച്ചമുള്ള എത്രയാണ്? 3. 3ന് ഞാനൊരു 0 ചേർക്കും. 30. 30/5 6. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അരിത്തമെറ്റിക്സ് നിങ്ങൾ കൂടുതൽ ബന്ധപ്പെട്ട് കുറേ ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ വരും. പ്രാക്ടീസിലൂടെയാണ് അത് വരുന്നത്. ഈ ഐഡിയ കിട്ടിയോ? ഈ പ്രോബ്ലം കിട്ടിയോ നിങ്ങൾക്ക്? വരച്ചെടുത്തു. എൻ്റെ കൂടെ വരച്ചെടുത്തോ. 28 ഓമിൽ കൂടെയുള്ള കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഐ. ഫൈൻഡ് ഐ ചെയ്തോ. A 1 ആംപിയർ. ഇത് VSSCയുടെ ചോദ്യമാണ്. നിങ്ങളുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ്. ഈ പ്രോബ്ലം മുമ്പ് ചെയ്തിട്ടുണ്ടോന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതിനകത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്? നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുട്ടികളെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതിന്റെ സിംപ്ലസ്റ്റ് മെത്തേഡ്. നിങ്ങൾക്ക് എത്ര കിട്ടി? 10 4 40 28 ഓം 5 ആംപിയർ. 5 ആംപിയർ താഴോട്ടല്ലേ? അപ്പൊ ഇങ്ങനെ ശരിയല്ലേ? 40 ഇവിടെ മുകളിൽ താഴെയായിട്ട്. അതായത് 80 വോൾട്ട്. 80 വോൾട്ടിന്റെ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 32 40. 28 36 4 40 ഓംസ്. 40 ഓംസ് ആകുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെയല്ലേ കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നത്? 2 ആംപിയർ. ഇതാണ് എൻ്റെ സിംപ്ലസ്റ്റ് മെത്തേഡ്. ശരിയല്ലേ? പ്രോബ്ലം എഴുതിക്കും. വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ കറണ്ട് സോഴ്സ് ഇൻ ദ ഫോളോയിങ് നെറ്റ്വർക്ക്? ഞാനൊരു നെറ്റ്വർക്ക് വരയ്ക്കും. അതിലൊരു കറണ്ട് സോഴ്സ് ഉണ്ട്. ഇതാണ് കറണ്ട് സോഴ്സ്. 2 ആംപിയറിന്റെ കറണ്ട് സോഴ്സ് ആണ്.
ഈ 2 ആംപിയർ കറണ്ട് സോഴ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു ഇൻഫർമേഷൻ കൂടെ തന്നിട്ടുണ്ട്. ഇത് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനാണ്. ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് 1 ആംപിയർ തന്നിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കും. ഓപ്ഷൻസ് കണ്ടുപിടിച്ചോ, വർക്കൗട്ട് ചെയ്തോ. നോക്കൂ കുട്ടികളെ, ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. നിങ്ങൾ പേപ്പറിൽ തൊടാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്താ കാര്യം? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ വോൾട്ടേജ് ആണ്. ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് പ്ലസ് ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് കൂട്ടിയാൽ നിങ്ങൾക്ക് ആ മൊത്തം വോൾട്ടേജ് കിട്ടില്ല. കാരണം ഒരു നെറ്റ്വർക്കിന് ഒരു ലൂപ്പായില്ലേ? ശരിയാണോ? ഈ മൊത്തം വോൾട്ടേജ് ആ ലൂപ്പിനകത്തുള്ള വോൾട്ടേജ് കിട്ടാൻ ഈ രണ്ട് കോമ്പണൻസ് അക്രോസ് ഉള്ള വോൾട്ടേജ് കൂട്ടിയാൽ മതി. ഇനി അതിൽ തന്നെ അവരെന്തോ പറയുന്നത്, 1 ആംപിയർ കറണ്ട് ഈ 12 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന അവർ തന്നിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം അതിന് അക്രോസ് എത്ര വരും? 12 വോൾട്ട് ഡ്രോപ്പ് വരൂലേ? 12 വോൾട്ട് 12 ഓം ഇൻറ്റു 1 ആംപിയർ. ഇനി നിങ്ങൾക്കറിയാം ഇവിടുന്ന് 2 ആംപിയർ ആ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവഴി 2 ആംപിയർ ഫ്ലോ ചെയ്യും. ഇവിടെ എത്തിയതിനു ശേഷമാണ് സ്പ്ലിറ്റ് ആവുന്നത്. ഈ പോയിന്റ് വരെയും അതെന്താണ്? 2 ആംപിയർ തന്നെയാണ്. അതിനർത്ഥം ഈ 1 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. അതിനർത്ഥം ഇവിടെ 2 വോൾട്ട്. അപ്പൊ എത്ര? 12 പ്ലസ് 2 14 വോൾട്ട് ആണ് ഉത്തരം. ഇത് സിമ്പിൾ അല്ലേ? നമുക്ക് എന്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് കിട്ടി? കാരണം അവർ തന്നിട്ടുണ്ട് ഇവിടെ ഒരു 1 ആംപിയർ ആണെന്നുള്ള കാര്യം. ഇത് 1 ആംപിയർ എന്ന് അവർ തന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ വേറെ തർക്കിക്കേണ്ട കാര്യമില്ല. അത് 1 ആംപിയർ ആണോ എന്ന് അവരോട് ചോദിക്കേണ്ട. തെറ്റാണെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ തെറ്റി. പറഞ്ഞ മനസ്സിലായോ? ഇതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ പ്രോബ്ലത്തിനകത്തുള്ള മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ഈ ഐഡിയ പിടി കിട്ടിയോ? ശരി. അല്ല, ഒരു കാര്യം ചെയ്യണം. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇവിടെ വെച്ച് നിർത്തിയിട്ട് അടുത്ത ദിവസം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രോബ്ലം തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സൂപ്പർ പൊസിഷന്റെയും നോർട്ടൺസ് തിയറത്തിന്റെയൊക്കെ പ്രോബ്ലംസ് ക്യൂവിലുണ്ട്. അത് നമുക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അടുത്ത സെഷനിൽ നമ്മൾ നോർട്ടന്റെയും കുറച്ച് മറ്റ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തിയറംസ് ഒക്കെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, അടുത്ത സ്റ്റേജിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ പറഞ്ഞു തരാനുണ്ട്. നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെയാണ് ഇതിനകത്ത് പറയേണ്ടതെന്ന് ഞാൻ നോക്കിയതിനു ശേഷം അത് ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, KCL-ഉം KVL-ഉം നമ്മൾ വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം തെവനിൻസും നോർട്ടൺസും നമ്മൾ സ്പെസിഫിക് ആപ്ലിക്കേഷൻ വരുമ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. തെവനിൻസും നോർട്ടൺസും ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെർമിനൽ അക്രോസ് ഉള്ള വോൾട്ടേജോ കറണ്ട് കണ്ടുപിടിക്കാൻ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് KCL-ഉം KVL-ഉം തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തെവനിൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മിക്കവാറും കുറവായിരിക്കും. അതിനർത്ഥം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ തെവനിൻസും നോർട്ടൺസും വെച്ച് അല്ലാതെ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ തെവനിൻസ് ആൻഡ് നോർട്ടൺസ് അക്കാഡമിക് സെൻസിൽ നമുക്ക് ഗുണപ്രദമാണെങ്കിലും പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് തെവനിൻസ് നോർട്ടൺസ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അവർ സ്പെസിഫിക് ആയിട്ട് നോർട്ടൺസ് എന്നോ തെവനിൻസ് എന്നോ ചോദിച്ചാൽ മാത്രമേ നമ്മൾ അതനുസരിച്ച് വർക്കൗട്ട് ചെയ്യാറുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റേതെങ്കിലും മെത്തേഡുകൾ KCL-ഓ KPL-ഓ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷനോ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷനോ സോഴ്സ് ട്രാൻസ്ഫോർമേഷനോ സ്റ്റാർ ഡെൽറ്റ കൺവേർഷനോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. നമുക്ക് ഭയങ്കര ടെക്നിക്കൽ ഗ്ലിച്ച് ഇന്നുണ്ടായി. നിങ്ങളെല്ലാവരും കാര്യമായിട്ട് സഹകരിച്ചു. ഒത്തിരി നേരം നമുക്കൊരു 35 മിനിറ്റോളം ആ വഴിക്ക് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത സെഷൻ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം സഹിച്ച് ക്ഷമിച്ച് എൻ്റെ ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് അടുത്ത ദിവസം നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ.